ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മില്ലറ്റ് ഹെൽത്ത് മിക്സിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. നമ്മളുടെ മക്കൾക്ക് വളരെ അത്യാവശ്യമായ മിനറൽസ്, വിറ്റാമിൻസ് എല്ലാം കൂടെ അടങ്ങിയ ചെറുധാന്യങ്ങളുടെ ഒരു കൂട്ട്. അപ്പം ഞാനിതിങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് തന്നെ മേടിച്ചാണ് കേട്ടോ. അവിടെ പൗഡർ ഉണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് മേടിക്കാൻ അത്ര ധൈര്യമില്ല. കാരണം അതിൽ കുറേ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടുണ്ടാകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതാണ് ഞാൻ മേടിച്ചത്. അപ്പം നമുക്ക് വറുത്ത് പൊടിക്കാമല്ലോ, നമുക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഇല്ലയെന്ന് ധൈര്യമുണ്ടല്ലോ അല്ലേ. ഇതിലവർ എത്ര ക്വാണ്ടിറ്റി എന്തൊക്കെ യൂസ് ചെയ്യണം എന്നത് കറക്റ്റായി പാക്ക് ചെയ്താണ് നമ്മൾക്ക് അവർ തരുന്നത് തന്നെ. ഇത് നമുക്ക് ഭക്ഷണം തീരെ കഴിക്കാൻ മടിയുള്ള പിള്ളേർ, വിശപ്പില്ലാത്ത പിള്ളേർ, അവർക്കൊക്കെ ഇത് നമ്മൾക്ക് പാലിൽ കലക്കിയൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ഈ പാക്കറ്റിൽ നിന്ന് 18 ഐറ്റംസാണ് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. നമ്മുടെ യെല്ലോ ചോളം ഉണ്ടായിരുന്നു, പിന്നെ വെളുത്ത ചോളം, തിന, ചാമ, വരക്, ബാർലി, ബജ്ര, റാഗി, ഗോതമ്പ്, ജൗവരി, കടല, നിലക്കടല, മുതിര, ചെറുപയർ, സോയ, കാഷ്യൂനട്ട്, കൽക്കണ്ടം, ഏലം, കറുവപ്പട്ട, കസ്കസ്, ഇത്രയും ഐറ്റംസ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. വളരെ അഫോർഡബിൾ റേറ്റ് മാത്രമേ ഉള്ളൂ. 240 റുപ്പീസിനാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ നമ്മളിത് പാത്രത്തിലാക്കിയിട്ട് ഇത്ര ഐറ്റംസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ക്ലീൻ ചെയ്താണ്, ഫ്രൈഡ് ആണെന്ന്. എന്നാലും നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ചൂടാക്കണതിൽ നിന്ന് ഞാൻ കൽക്കണ്ടം മാറ്റി വെച്ചു കേട്ടോ. അത് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ നന്നായി വറുത്തെടുത്തത്. നല്ല ചൂടിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐറ്റം ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് അത് നമ്മുടെ ഈ ചെറിയ പൊടിക്കുന്ന ജാറിൽ അതിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. കുറച്ചായി പൊടിച്ചെടുക്കാം, എന്നാലേ നന്നായി പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. നമ്മൾ കുഞ്ഞാണെങ്കിൽ കുറച്ചുകൂടെ പൊടിക്കേണ്ടതായിട്ടുണ്ട്, അരിച്ച് പൊടിക്കുകയൊക്കെ വേണം. നമുക്കിപ്പോൾ വലിയ കൊച്ചിനായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു പൊടിച്ചെടുത്ത ശേഷം ഇനി നമുക്കിത് പാലിൽ ആഡ് ചെയ്ത് നോക്കാം. ഈ ഇമ്മ്യൂണിറ്റി കുറവുള്ള പിള്ളേർ, അതുപോലെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുള്ള പിള്ളേർ, അവർക്കൊക്കെ നല്ലൊരു ഫുഡ് തന്നെയായിരിക്കും. എല്ലാ മിനറൽസും വിറ്റാമിൻസും ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട്. അപ്പോൾ പാലിൽ ആവശ്യത്തിന് ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. കൽക്കണ്ടം ഇട്ടിട്ടുണ്ടെങ്കിലും അതിന് അത്രത്തോളമൊന്നും നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. പിള്ളേർക്ക് മധുരം ഉണ്ടെങ്കിലല്ലേ കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.